പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കുമ്പോൾ 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബലവാനായതുകൊണ്ട് ശുഭഫലങ്ങൾ കൂടുകയും ദോഷങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. വ്യാഴം ജൂൺ 2 വരെ 8-ാം ഭാവത്തിൽ, അതിനുശേഷം 9 വ്യാഴത്തിന്റെ അനുകൂല ചലനം ഭാഗ്യം വർദ്ധിക്കും. ഈ വർഷം ഏകദേശം ഗുണഫലങ്ങൾ 63% മുകളിലാണ് അനുഭവിക്കാൻ യോഗം കാണുന്നത്. നിലവിലുള്ള കടബാധ്യതകൾ തീർക്കുന്നതിന് പുതിയ വഴികൾ തെളിയും. ധനപരമായ പുതിയ അവസരങ്ങളും വന്നുചേരും. തൊഴിൽ മേഖലയിൽ മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. സ്ഥാനക്കയറ്റം അതിനുള്ള സാധ്യത കാണുന്നുമുണ്ട്. വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള അവസരം തുറന്നു വരും. അത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുമാണ്. പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂലമായ മാറ്റങ്ങളും ഉണ്ടായി വരുന്നതാണ് ഈ സമയത്ത്. കുടുംബ പശ്ചാത്തലവും പ്രണയവും ഒക്കെ നോക്കുമ്പോൾ വിവാഹം നടക്കാൻ തടസ്സമുള്ളവർക്ക് ആ തടസ്സങ്ങൾ നീങ്ങി വിവാഹത്തിന് സാധ്യത നൽകുന്ന സമയം കൂടിയാണ്. സന്താനഭാഗ്യം, വർഷങ്ങളായി കുട്ടികളില്ലാത്തവർക്ക്, സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് കാണുന്നുമുണ്ട്. കുടുംബത്തിൽ വളരെ സുഖവും സൗഖ്യമൊക്കെ അനുഭവപ്പെടും. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും സന്തോഷം നിലനിൽക്കുകയും ചെയ്യും. ആരോഗ്യപരമായി പൊതുവെ മെച്ചപ്പെടും എന്നാണ് കാണുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ വലിയ ദോഷങ്ങൾ കാണുന്നില്ല. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പുരോഗതിയും വിജയമൊക്കെ നേടാനുള്ള അവസരങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനും പുതിയ അവസരങ്ങൾ തുറന്നു ലഭിക്കുന്നതായിരിക്കും. ഭാഗ്യവർദ്ധനവിന് അല്ലെങ്കിൽ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ചില വഴിപാടുകൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഗണപതി ഭഗവാന് വഴിപാടുകൾ നടക്കുക, മഹാവിഷ്ണുവിനെ ഭജിക്കുക, വിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. പൊതുവായ എല്ലാ ദോഷങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈ വഴിപാടുകൾ സഹായിക്കുന്നതായിരിക്കും.